തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. നിങ്ങൾക്ക് വേദപുസ്തകം നന്നായിട്ട് പരിചിതരാ, വായിക്കുന്നവരാ, ധ്യാനിക്കുന്നവരാ. നിങ്ങൾക്ക് ദൈവത്തിലും വേദപുസ്തകത്തിലും ഒക്കെ നല്ല വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് യോഗം ഇങ്ങനെ നടത്തുന്നത്. അല്ല, ഇങ്ങനൊരു യോഗം നടക്കുകയില്ല ഈ രീതിയിൽ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് വിശ്വാസത്തോടെ ഇവിടെ വന്നിരിക്കുന്നത്. വിശ്വാസത്തെ പറ്റി പ്രസംഗിച്ച ആൾക്കാരെല്ലാം ഇപ്പൊ പെരയ്ക്കാതിരിക്കുക. കോവിഡ് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ഒന്നും ഒത്തില്ലെങ്കിലും വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി പൗലോസ്. 1-ഉം 2-ഉം ലേഖനം. ഞാൻ എല്ലായിടങ്ങളിലും പറയാറുണ്ട്, 2 ലേഖനത്തിൽ 2 വിഷയം. മോനെ അത് ഇച്ചിരി ഒന്ന് വെട്ടം കണ്ണ് ചുമന്ന് മേലോട്ടാക്കാൻ പറ്റുമോ? 2 ലേഖനത്തിൽ 2 വിഷയം. അവിടെ അടങ്ങിയിരി. അവന് എൻ്റെ അമ്മയാണോ? അവിടെ അവിടെ അപ്പോൾ 2 ലേഖനത്തിൽ 2 വിഷയമാണ്. 2 വിഷയം ശ്രദ്ധിക്കുക. 2 പ്രത്യക്ഷതയാണ്. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷയാണ്. ആ 2 പേര് ആരാന്ന് ചോദിച്ചാൽ വചനം പഠിക്കുന്നവർക്കറിയാം. 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. ശ്രദ്ധിക്കണം, ഒന്നുകൂടെ പറയാം. തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി, 1-ഉം 2-ഉം ലേഖനം. 2 ലേഖനത്തിൽ 2 വിഷയമാണ്. 2 വിഷയം ഏതാന്ന് ചോദിച്ചാൽ 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത ഏതാന്ന് ചോദിച്ചാൽ 2 പേരുടെ പ്രത്യക്ഷത. ആ 2 പേര് ആരാന്ന് ചോദിച്ചാൽ 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. അന്തിക്രിസ്തു എന്നൊക്കെ ചിലർ പറയും. ശരിയായ പ്രയോഗം എതിർ ക്രിസ്തു എന്ന. പിന്നെ നമ്മുടെ ഇടയിൽ ശരിയായ പ്രയോഗം ചില വിഷയത്തിൽ പറഞ്ഞ ആർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പ്രയോഗം മാറ്റും നമ്മൾ. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത്ര ഉണർവ് വരികയില്ല. എന്നാൽ ഇന്ന് രാത്രി കാലം അപ്പം ചുമ്മാ ഇരിക്കുന്ന പുള്ളി ഗ്ലോറി ചില പ്രയോഗ ശൈലിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, 2 പ്രത്യക്ഷത, 2 പേരുടെ പ്രത്യക്ഷത. 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. ശ്രദ്ധിക്കുക, 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് തെളിവിന് വാക്യം. ആ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമായിര്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത മതി. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. എതിർ ക്രിസ്തുവിന് പല പേരുകൾ കൊടുത്തിട്ടുണ്ട് വേദപുസ്തകത്തിൽ. എതിർ ക്രിസ്തു, നാശയോഗ്യൻ, അധർമ്മമൂർത്തി, വരുവാനുള്ള പ്രഭു, ഇങ്ങനെ ചില പ്രയോഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിലിവിടുത്തെ ഒരു പ്രയോഗമാണ് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. എൻ്റെ കൂടെ നിൽക്കണേ, ആദ്യം വായിച്ചു പിന്നെ മിണ്ടായിരിക്കരുത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പോൾ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. സ്തോത്രം. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴിയൊരുക്കും നിസങ്ങൾ, പൂവിൽ വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനേ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ, എന്നുള്ളത്തിൽ
ആശ നിൻ മുഖം കാൺമാൻ. രാഷ്ട്രീയ മത്സരത്തിൻ മധ്യത്തിലവർ ദൈവ രാഷ്ട്രീയ മത്സരത്തിൻ മധ്യത്തിലവർ ദൈവ രാജ്യത്തെ മറന്നിടുന്നു ദൈവ രാജ്യത്തെ മറന്നിടുന്നു എൻ പ്രിയനെ എന്തിനീ താമസമോ എന്നുള്ളതിൽ ആശ നിൻ മുഖം കാൺമാൻ. എന്നുള്ളതിൽ ആശ നിൻ മുഖം കാൺമാൻ. മതികെട്ട മനുജർ പണിയും നെയ്യകറ്റാൻ മതികെട്ട മനുജർ പണിയും നെയ്യകറ്റാൻ മതത്തെ ഈ പൂവിൽ നിന്നു സത്യ മതത്തെ ഈ പൂവിൽ നിന്നും എൻ പ്രിയനെ എന്തിനീ താമസമോ എന്നുള്ളതിൽ ആശ നിൻ മുഖം കാൺമാൻ. എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ. അപ്പോൾ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗം അധർമ്മമൂർത്തി. ശ്രദ്ധിക്കണേ, നമ്മൾ ഒന്നാം ലേഖനത്തിൽ നിന്ന് ആ വാക്യം വായിച്ചത്. ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യാതൊരു സന്തോഷവും ഇല്ല. ഒരു സന്തോഷം യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയോ പ്രത്യക്ഷപ്പെടാതിരിക്കുകയോ ഞങ്ങൾക്കിതൊന്നും അല്ല. ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ അങ്ങ് തോന്നുക. നീ എൻ്റെ തോന്നലായിരിക്കാം. ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോവുക. സ്തോത്രം. അതെ, ഒന്നാം ലേഖനത്തിൽ എത്ര അധ്യായമുണ്ട് മോളെ? മൈക്ക് കൂടെ പറ. 5 അധ്യായമുണ്ട്. ശ്രദ്ധിക്കണേ, 5 അധ്യായത്തിലും പൗലോസ്ലീഹ വെളിപ്പെടുത്തി കൊടുത്തു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോകയാ. 2 സാക്ഷി കൊണ്ടും 2 വാക്യം കൊണ്ട് ഉറപ്പിക്കാം, ഇത് 5 അധ്യായത്തിലും വാക്യമാണ്. ആ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യവും 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യവും 4-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യവും 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യവും ക്രമത്തിൽ ഉറക്കെ തെറ്റാതെ സ്ഫുടമായിട്ട് വായിച്ചേ. 1:9. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യ ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന്. റെയിൽവേ സ്റ്റേഷനിൽ ടൈം പറയുന്ന പോലെ തോന്നുന്നുണ്ട്. തെറ്റുന്നൊന്നുമില്ല, കൃത്യമായിട്ടാണ് വായിക്കുന്നത്. എന്നാലും ട്യൂണിങ് അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല കൃത്യത്തിനാണ് വായിക്കുന്നത്. ഒരു വള്ളി പോലും തെറ്റുന്നില്ല. നല്ല ട്യൂണൊന്ന് മാറ്റുന്ന നല്ലതാ. ഒന്നുകൂടെ നോക്കട്ടെ ഒക്കാവോന്ന്. ഞങ്ങൾക്ക് തെറ്റുന്നൊന്നുമില്ല, നല്ല അക്ഷരം നല്ല സ്ഫുടമായിട്ടാ ട്യൂണാ വായിച്ചു. ഇനിയിപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം ലഭിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്നും അവർ തന്നെ പറയുന്നു. എന്നാലും തെറ്റുന്നൊന്നുമില്ല, കൃത്യത്തിനാ വായിക്കുന്നത്. ഇല്ല, അടുത്തിരിക്കുന്നവരൊന്ന് കൊടുത്തേ, അവര് വായിക്കുമെന്ന് നോക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാം ഇതൊക്കെ തന്നെ. അപ്പുറം കൊടുത്തേ നോക്കട്ടെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും. ഞങ്ങളെല്ലാം ഇതൊക്കെ തന്നെ. അപ്പൊ പിന്നെ ആദ്യം വായിച്ച പുള്ളിക്കാരുടെ തന്നെ കൊടുക്കുന്ന നല്ലത്. വായിരുമോളെ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വായിച്ച അവര് ചിലപ്പോൾ ഉടക്കുണ്ടാക്കിയാലോ. ഇങ്ങോട്ടൊന്ന് കൊടുത്തേ നോക്കട്ടോ അങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ
ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും അതങ്ങനെ വായിക്കണം. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും ആ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്. അതാ പിണങ്ങരുത് കേട്ടോ, പുള്ളിയെ കൊണ്ട് വായിപ്പിച്ചെന്നോർത്ത് സഭയെ പ്രശ്നം ഉണ്ടാക്കരുതേ, വീട്ടുകാർ ഉടക്കുണ്ടാക്കരുത്. അത് ആ പുള്ളിക്കാരിയെ കൊണ്ടുവന്നുണ്ട് വായിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് ഭർത്താവോ വീട്ടുകാരോ ബന്ധുക്കാരും ഉടക്കുണ്ടാക്കരുത്. ദൈവത്തെ ഓർത്ത് ഒരു യോഗം നടത്തി സഭ അലങ്ങരുത്, പ്രശ്നം ഉണ്ടാക്കരുതേ, പാസ്വേഡും കയറിയൊന്നും പറഞ്ഞേക്കരുതേ. അപ്പോൾ ഓരോ അധ്യായത്തിലും ക്രിസ്തുവേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. നിങ്ങൾ ഇടയ്ക്ക് വായിച്ചോ, കുഴപ്പമൊന്നുമില്ല, പുള്ളിയും ഹെൽപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ വായിരേ 2:19 വായിച്ചോ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ ഒക്കുന്നുണ്ടല്ലോ, വായിച്ചു. ഒക്കുന്നുണ്ട്. അവന്റെ പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9 വായിച്ചത് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. ഇവിടെ 2-ാം അധ്യായത്തിന്റെ 19 ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇനി 3:13 വായിച്ചേ സഹോദര. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ പ്രത്യക്ഷതയിൽ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി സഹോദരിമാര് വായിച്ചേ 4:13 മുതൽ താഴോട്ട്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്തത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ കണ്ടോ, അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. എത്ര ഉറപ്പാ മോളാ. ഇനി 5-ാം അധ്യായത്തിന്റെ 23 വായിച്ചേ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. അപ്പോൾ 1-ാം ലേഖനത്തിന് 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും 5 ഇടങ്ങളിൽ പൗലോസ് അരക്കിട്ടുറപ്പിച്ചു യേശു പ്രത്യക്ഷപ്പെടാൻ പോവുക. അതിന്റെ ഒരു തെളിവായി കോവിഡ്. അല്ലാതെ ഇത് ചൈനക്കാര് നാശോപ്പിച്ച് വെച്ചതാണെന്നൊന്നും പറയണ്ട, അല്ലെ വേറെ ആൾക്കാർ നാശോപ്പിച്ചാന്ന് പറയണ്ട. എങ്ങനെയും കോവിഡ് ഉണ്ടായി. ഇതെല്ലാം കർത്താവ് വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കും. ക്ഷാമങ്ങള്, ഭൂകമ്പം, മഹാവ്യാധി, ഇതെല്ലാം കാണുമ്പം കേൾക്കുമ്പോൾ ഓർത്തോണം യേശു പ്രത്യക്ഷപ്പെടാനായി. ലോകമാകെ ഇളകുന്നേ, രാജ്യം ഞെട്ടി വിറയ്ക്കുന്നേ. ലോകമാകെ ഇളകുന്നേ, രാജ്യം ഞെട്ടി വിറയ്ക്കുന്നേ. വിശുദ്ധ ഗണങ്ങൾ നോടി നേരം കണ്ണിൽ ഉയർന്നു മണ്ണിൽ ഉയരെ പോകും. വിശുദ്ധ ഗണങ്ങൾ നോടി നേരം കണ്ണിൽ ഉയർന്നു മണ്ണിൽ ഉയരെ പോകും. ഓർത്തു ധ്യാനിക്കും തോറും എന്നാശയേറി വരുന്നേ. ഓർത്തു ധ്യാനിക്കും തോറും എന്നാശയേറി വരുന്നേ. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയവോ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ. വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. സ്തോത്രം. അപ്പോൾ 1-ാം ലേഖനത്തിൽ 5 അധ്യായം 5 അധ്യായത്തിലും പൗലോസ്ലീഹ തെളിയിക്കുക യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോവുക. അതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും.
ഈ കഷ്ടങ്ങളും രോഗങ്ങളും പീഡകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ അടിക്കടി ഉയർന്നിട്ട് ആമൻ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. ഇതെല്ലാം വന്നിട്ടും ശരീരത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ ചിലപ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ അതെല്ലാം വകവയ്ക്കാതെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ യേശു വീണ്ടും വരും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഓർപ്പിച്ചേച്ച് നമുക്ക് മുൻപോട്ട് പോകാം. 1-ാം അധ്യായത്തിന്റെ 9 ഒന്നുകൂടെ വായിച്ചേ മോളെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചെന്നൊരു ചോദ്യമായിട്ടാ പൗലോസ് ചോദിക്കുക, അല്ലയോ തെസ്സലോനിക്കരെ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാ വന്നെന്ന് അതെല്ലാം വിവരിക്കാൻ നേരമില്ല. പൗലോസ് തെസ്സലോനിക്കയിൽ വന്ന ചരിത്രമൊക്കെ ആ പുസ്തകം അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു, ലഭിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. അപ്പൊ ശ്രദ്ധിക്കുക, പൗലോസ് ചോദിക്കുക, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു, ലഭിച്ചു. അത് പറയുക, ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവനുള്ള ഒരു ദൈവമുണ്ട്, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. ഇന്നും ജീവിക്കുന്ന ദൈവം യേശു ക്രിസ്തു, ഏകദൈവം യേശു ക്രിസ്തു, നിത്യദൈവം യേശു ക്രിസ്തു, സത്യദൈവം യേശു ക്രിസ്തു, സാക്ഷാൽ ദൈവം യേശു ക്രിസ്തു, മാത്രം ദൈവം. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവാകുന്ന സത്യദൈവത്തെ സേവിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു കാലത്ത് സത്യദൈവത്തെ അറിയാതെ നമ്മൾ നെട്ടോട്ടമോടിയൊരു കാലം ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും പലരും സത്യദൈവം ഏതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കിഴക്കോട്ട് പോയി, പടിഞ്ഞാട്ട് പോയി, വടക്കോട്ട് പോയി, തെക്കോട്ട് പോയി. യെരമ്യാ പറഞ്ഞ് ഒരു ഗുണവും വന്നില്ലെന്ന്. ഒരു ഗുണവും, സകല മുഖവും വിളറിയിരിക്കുന്നു. മോന്ത കാണുമ്പോൾ അറിയാം ഒരു ഗുണവും വന്നിട്ട്. എന്നാൽ ദൈവത്തെ അറിയുന്ന, ആരാധിക്കുന്നതിൻ്റെ മുഖം കണ്ടാൽ അറിയാം. സ്തോത്രം. ഇപ്പം പിന്നെ മൂടിക്കെട്ടിയിരിക്കുന്നതുകൊണ്ട് അതും കണ്ടാൽ അറിയാൻ മേല. സ്തോത്രം. നമുക്ക് ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവത്തെ സേവിക്കുവാൻ ഭാഗ്യമുണ്ടായി. ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ നമ്മൾ വിരഞ്ഞോടിയവരാ. ദൈവം ആരാന്ന് അറിയത്തില്ല, ഏതാ ദൈവമെന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെക്കാൾ ഇച്ചിരി ശക്തി ഉള്ളതെല്ലാം ദൈവമാണെന്നും പറഞ്ഞ് നമ്മൾ പോയതാ. അവിടെ പറഞ്ഞ അവിടെ ഭയങ്കര അത്ഭുത പ്രവർത്തകനായ എന്തായാലും പറഞ്ഞു, അവിടെ കോഴിയെ കൊണ്ട് കൊടുത്താൽ കാര്യം നടക്കും. കൊച്ചുങ്ങൾക്ക് കറി വെച്ച് കൊടുക്കണ്ട, പൂവൻ കോഴിയുടെ വടലേക്ക് പിടിച്ച് അവിടെ കൊണ്ട് കൊടുത്തു. ഒരു ഗുണവും വന്നില്ല. എന്നാൽ ആരാണ്ട് പറഞ്ഞ് 4 പ്രാവശ്യം ഇങ്ങനെ പിടിപ്പണം ഇട്ടാൽ മതി. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കിപ്പോൾ തോന്നി, ഞാൻ തമ്പാനൂരിൽ നിന്ന് തിരിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. അതോ ഞാൻ താമസിച്ച് വന്നതിന് അരിശം കയറിയിരിക്കുകയാണോ? അല്ല, എന്തെങ്കിലും ഉണ്ട കാര്യം തുറന്ന് പറയണം. ഒരു കാര്യം ഇന്ന് രാത്രി പറയാം. ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയാതെ വിരഞ്ഞോടി നടന്നവരാ. മോളെ ഒരു വാക്യം വായിച്ചേ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട്. ദൈവദാസനെ ആരിലും വായിക്കാം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കും. നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെടുന്നു. എനിക്ക് ഈ ഭാഗമെല്ലാം നിന്ന് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ടു. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, അതിന് ഞങ്ങളല്ലല്ലോ കുറ്റക്കാര്. ഞങ്ങൾ 5 മണി ആയപ്പോഴേ ഇവിടെ വന്നതാ. ഇങ്ങേര് നേരത്തെ വരികയായിരുന്നേ അത് മുഴുവൻ പറയാനും നിങ്ങൾ ഉറക്കെ പറയുന്നില്ലെങ്കിലും ഹൃദയത്തിൽ ചിന്തയുണ്ടായെന്ന് എനിക്കറിയാം.
അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നും പറയുന്നില്ല, ഞാൻ എന്നെ തന്നെ വിധിക്കുക. തിരുമേശയ്ക്ക് പറയലേ, നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് വിധിക്കുക. ഒരു കാലത്ത് എനിക്കും നിങ്ങൾക്കും സത്യദൈവം ഏതാണെന്ന് അറിയത്തില്ലായിരുന്നു. അതാ അവിടെ എടുത്തിരിക്കുന്നത്. അന്ന് വായിച്ച മോനെ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ. എന്നാൽ അന്ന് ഏതാ? അന്നെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. അന്ന്. എന്നാൽ അന്ന് നിങ്ങൾ, നമ്മുടെ കാര്യമാണ്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സത്യദൈവം ഏതാണെന്ന് അന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അമ്മയും കൊച്ചും കൂടെ വന്നപ്പോൾ അവിടെ പോയി തൊഴുതു. എന്നാലും വേറൊരു പുള്ളി ഇങ്ങനെ നിൽക്കുന്നു, അവിടെയും കൊണ്ട്. മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. ഇനി ഞാനൊന്നും കാണിക്കുകയും പറയുകയും ചെയ്യത്തില്ല. സ്തോത്രം. അതൊക്കെ അറിയായ്മയുടെ കാലത്താ. അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ, നമ്മുടെ കാര്യമാണ്, ദൈവത്തെ അറിയാതെ സത്യദൈവം ഏതാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇങ്ങോട്ട് നോക്കിയേ, സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർ. ഇപ്പം നിങ്ങൾ നെടുക നടന്നു നോക്കിയാൽ ആണിനെയും പെണ്ണിനെയും എല്ലാം അങ്ങ് ദൈവമാക്കുക. പെണ്ണുങ്ങളൊക്കെ ദൈവം കളിക്കുന്നുണ്ട്, കാശുവാ. പെണ്ണുങ്ങൾ ദൈവം കളിക്കുന്നുണ്ട്, കാശാന്ന്. ആണുങ്ങളും ദൈവം കളിക്കുന്നുണ്ട്, പുരുഷ ദൈവവും സ്ത്രീ ദൈവവും. പിന്നെ അതിനൊക്കെ ഒരു നാക്ക് വേണം. നിങ്ങൾ ഓത്രം പോലും പറയാൻ കൊള്ളുകയല്ല പിന്നെ ആ ദൈവം കളിക്കാൻ. അതിനൊക്കെ മൂച്ചുള്ള പെണ്ണുങ്ങളുണ്ട്, അവർ ദൈവം കളിച്ച് കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വായിക്കുക, സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർ. അതെന്താ? ദൈവത്തിന്റെ സ്വഭാവ ശ്രേഷ്ഠതയുണ്ട്. എന്താ ദൈവത്തിന്റെ വിശേഷത? ഒരാൾ ദൈവം കളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവമാണെങ്കിൽ ദൈവത്തിന് ചില വിശേഷതയുണ്ട്. ഒന്ന്, ദൈവ സർവജ്ഞാനിയ. 2, ദൈവ സർവശക്തനാ. 3, ദൈവ സർവവ്യാപിയ. 4, സർവത്തെയും നിയന്ത്രിക്കുന്നവനാ. 5, സർവത്തെയും സൃഷ്ടിച്ചവനാ. 6, ഗതിഭേദങ്ങളുടെ ആച്ഛാദനം ദൈവത്തിനില്ല. ഇങ്ങനെയൊക്കെ ആ ദൈവത്തിന്റെ ക്വാളിറ്റി. എന്നാൽ നമ്മൾ ഇപ്പം ദൈവം കളിക്കുന്ന ആൾക്കാരെ നോക്കിയേ, ദൈവം മുന്നേ നടക്കുന്നു, പരിഭാഷപ്പെടുത്തേണ്ട പുള്ളി പുറകെ. ദൈവത്തിന് ഭാഷയില്ല. ദൈവം കളിച്ച് എല്ലായിടത്തും ചെന്ന് ദായിപ്പന്മാരെല്ലാം ഇംഗ്ലീഷ് പറഞ്ഞാൽ ദൈവം മേലോട്ട് നോക്കിയിരിക്കുന്ന അല്ലാതെ എപ്പോഴും മേലോട്ട് നോട്ടമാണല്ലോ. ദൈവത്തിന് ഭാഷയുടെ പ്രോബ്ലം ഇല്ലെന്ന് സർവജ്ഞാനിയാ. സർവത്തെയും നിയന്ത്രിക്കുന്നവനാ ദൈവം. കൊടുങ്കാറ്റടിച്ചപ്പോൾ ദൈവം കട്ടിലിനടി. എന്നിട്ട് അവിടെ കട്ടിലിനടിയിരുന്നുണ്ട് അടവി മാറിയോന്ന്. അതല്ല ദൈവം. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകാന്ന് പറഞ്ഞപ്പോൾ അന്നേരം നിലച്ചു. അതാ ദൈവം. വൻകടലക്കരെ പോവാൻ ചൊന്ന വാക്ക് ഇമ്പമോട്ടെ കേട്ടതല്ല യാത്രയും ചെയ്തു. വൻകടലക്കരെ പോവാൻ ചൊന്ന വാക്ക് ഇമ്പമോട്ടെ കേട്ടതല്ല യാത്രയും ചെയ്തു. അടുക്കുവാനുള്ള ആശയുണ്ട് നടുക്കടലിൽ പടകുമായി. കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ. പരിപാലകനെ എന്നെ സഹായിക്കണേ. കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകാന്ന് കൽപ്പിച്ചപ്പോൾ അനുസരിച്ചു. കാറ്റും കടലും ഇവനെ അനുസരിച്ചു. അതാ ദൈവം. അപ്പോൾ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് ഒരു കാലത്ത് ഞാനും നിങ്ങളും അടിമപ്പെട്ട് നടന്നതാണ്. എന്നാൽ ആ അടിമന്നുകൊത്തിന്ന് യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ രക്ഷിച്ചു. ഇപ്പൊ നാം ദൈവമക്കളാ. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്ന കാൺമീൻ നാം പിന്നെ നമ്മൾ ദൈവമക്കളാ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികളെന്നാ പാട്ടുകാരൻ പാടിയിരിക്കുന്നത്. ദൈവമക്കളെ നമ്മൾ
സംശയമാണെന്ന് തോന്നുന്നു, ദൈവമക്കളാണോ ഇല്ലയോ എന്ന്. നമ്മൾ ദൈവമക്കളാ അല്ലേ? പിന്നെ ദൈവമക്കളാ, വിശുദ്ധന്മാരാ, സ്വർഗീയ പൗരന്മാരാ. സ്തോത്രം. നമ്മുടെ പൗരത്വമോ അതാ, നമ്മുടെ പൗരത്വമാ. ആട്ടെ, വിവരിക്കുന്നില്ല കർത്താവിന് മഹത്വം. അപ്പോൾ ദൈവങ്ങളല്ലാത്തവർക്ക് ഒരു കാലത്ത് അടിമപ്പെട്ടു. ഇപ്പോഴോ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും കണ്ടോ ഇപ്പം നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്നറിയാമോ? ഇപ്പം നാം ദൈവത്തെ അറിഞ്ഞു, സത്യദൈവം ഏതാണെന്ന് അറിഞ്ഞു, നിത്യജീവൻ എന്താണെന്ന് മനസ്സിലായി, ഏകദൈവം ഏതാണെന്ന് ബോധ്യപ്പെട്ടു, ജീവനുള്ള ദൈവം ഏതാണെന്ന് മനസ്സിലായി. കർത്താവാകുന്ന യേശു ക്രിസ്തു, അതിപ്പം നമുക്ക് മനസ്സിലായി. നേരത്തെ ഇത് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം പോയത്. സ്തോത്രം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഭർത്താവ് നിന്നെ വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിൽ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഭാര്യ നിന്നെ വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിൽ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. മാതാപിതാക്കൾ നിന്നെ നല്ലതുപോലെ അറിയുന്നില്ലെങ്കിൽ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. മക്കൾ നിന്നെ വേണ്ടതുപോലെ അറിയുന്നില്ലെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. അച്ഛന്മാരും ഉപദേശിമാരും ആരും നമ്മളെ വേണ്ടതുപോലെ അറിയുന്നില്ലെങ്കിൽ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. കോവിഡിൻ്റെ കാലമായതുകൊണ്ട് വിശ്വാസികൾ ഉപദേശിമാരെ നന്നായിട്ടൊന്നും അറിയുന്നില്ലെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. നമ്മളെ നന്നായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. അതല്ലേ നമ്മുടെ ഭാഗ്യം. യേശു ക്രിസ്തുവിനെ അറിയുവാനും ആരാധിക്കുവാനും സ്നേഹിപ്പാനും സേവിപ്പാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകി. സ്തോത്രം. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടർന്നാമെന്തു ഭാഗ്യമുള്ളോ പ്രിയരേ, നാമെന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽ ചുവടും നാൾ തോറും പിന്തുടരാ മാതൃകയായി മാതൃകയായി നാഥന്റെ കാൽ ചുവടും നാൾ തോറും പിന്തുടരാ മാതൃകയായി നല്ല മാതൃകയായി ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോ പ്രിയരേ, നാമെന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽ ചുവടുനാൾ തോറും പിന്തുടരാൻ മാതൃകയായി നല്ല മാതൃകയായി ബുദ്ധി പറഞ്ഞു തന്നും ശക്തി പറഞ്ഞു തന്നു മുൻപിൽ നടക്കുന്നു. അവൻ മുൻപിൽ നടക്കുന്നു. തന്നാദം കേട്ടുകൊണ്ടു പിൻപേ ഗമിച്ചിടുന്ന ആനന്ദമാനന്ദം പരമാനന്ദം ആനന്ദം. തന്നാദം കേട്ടുകൊണ്ട് പിൻപേ ഗമിച്ചിടുന്ന ആനന്ദമാനന്ദം പരമാനന്ദം ആനന്ദം. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോ പ്രിയരേ, നാമെന്തു ഭാഗ്യമുള്ളോ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എന്നെ
കേൾക്കുന്ന പ്രിയരെ, ബഹുമാന്യരെ, മാന്യരെ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞതും ആരാധിക്കുന്നതുമാ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത ആരെയും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടോണം. യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. ഞങ്ങളാണ് പള്ളി പണിത് കൊടുത്തത്, സ്വർഗത്തിൽ പോകുകയല്ല. ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്ത ഞങ്ങളുടെ വീട്ടുപേര് തന്നെ പള്ളിപ്പറമ്പിൽ. അത് സ്ഥലമില്ലാഞ്ഞുകൊണ്ട് പള്ളിക്കാർ കൊടുത്തതാ. സ്വർഗത്തിൽ പോകുക. അവര് പള്ളിപ്പറമ്പിലാണ്, ഞങ്ങൾ പള്ളി കുന്നേലയാ. നീയും പോകുകയല്ല. അവര് പള്ളിക്കുന്നേലയാണ്, ഞങ്ങൾ പള്ളി താഴത്തെയാ. നീയും പോകുകയല്ല. എന്നാ വലിയ അനക്കമൊന്നുമില്ലാത്ത, അല്ല അനങ്ങിട്ടും വലിയ കാര്യമൊന്നുമില്ല. പള്ളി പണിതാലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. പള്ളിക്ക് സ്ഥലം കൊടുത്താലും സ്വർഗത്തിൽ പോകുകയല്ല. പള്ളിയുടെ സ്ഥലം അതിന് മാന്തിയാലും പോകുക, അതൊട്ടും പോകുകയല്ല. പള്ളിയുടെ സ്ഥലം പുള്ളി ഓരോ ആഴ്ചയിലും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ സ്തോത്രം. പണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു തള്ള പുറകിരുന്ന് പറഞ്ഞു, സത്യമായി പറയുന്നത് സത്യമാണ്. ഞാനതെടുത്ത് പിന്നെ പള്ളിയുടെ തലവെടുക്കുന്ന ആൾക്കാരുണ്ട്. ഉപദേശിമാർക്ക് ആഹാരം കൊടുത്താൽ സ്വർഗത്തിൽ പോകുകയല്ല. അയ്യോ അത് ഇന്നാന്നല്ലോ അറിയുന്നത്, ഇനി ഒറ്റ ഒരെണ്ണത്തിനും കൊടുക്കുന്നില്ല എന്നല്ല. ആഹാരമൊക്കെ കൊടുക്കണം, അവസരവും കൊടുക്കണം. സ്വർഗത്തിൽ പോകാൻ ഇതൊന്നും സ്വോത്രകാഴ്ച കിട്ടത് കൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല. എന്നാൽ ഇന്ന് ഇടുന്നില്ലെന്നും പറഞ്ഞ് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യരുത്. അമ്മ എടുത്തെന്ന് തോന്നുന്നു, എടുത്തോ? അതെടുത്ത് അത് പിന്നെ ആദ്യം സ്വോത്രകാഴ്ച ഇട്ടാ സ്വർഗത്തിൽ പോകുകയല്ല. എൻ്റെ അപ്പച്ചൻ പാസ്റ്ററാ. അപ്പച്ചൻ്റെ കാര്യം തന്നെ ഇപ്പം പരുങ്ങല്ല. അപ്പച്ചൻ 10-40 കൊല്ലം കൊണ്ട് നാചമെല്ലാം ഒപ്പിച്ചാ പരുവക്കേടിലിപ്പം. അപ്പച്ചൻ പാസ്റ്റർ ആയതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകുകയല്ല. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല. സഭയ്ക്ക് 10 ഫാൻ മേടിച്ചു കൊടുത്താൽ സ്വർഗത്തിൽ പോകുകയല്ല. കാറ്റ് കൊണ്ടിരിക്കുക ഇവിടെ. ഈ വലിയ ലൈറ്റ് എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് അയച്ച കാശ് കൊണ്ട് അവൻ പോകുമോ എന്നുള്ളത് സംശയം. അവനും വെപ്രാളം ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ കാശ് കൊടുത്തത്. ഇന്ന് രാത്രി അത് ഊരിക്കൊണ്ട് പോവുകയും ചെയ്യരുത്. വാടാ അമ്മക്ക് കഴിച്ചുകൊണ്ട് കൊടുത്തതൊക്കെ കൊടുത്തു. ഇതൊന്നും സ്വർഗത്തിൽ പോകാൻ പര്യാപ്തമല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കർത്താവേ, ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ ഉള്ളത്തിൽ വരണം, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി തീർക്കണം. യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് വരണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഈ ഗത്തിലുണ്ടോ പറക മനമേ. ഇഹത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇഹത്തിലുണ്ടോ പറക മനമേ. യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്. അപ്പൊ രക്ഷിക്കപ്പെടണം. സ്തോത്രം. രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതിയോ? അടുത്ത നടപടി സ്നാനം. സ്നാനപ്പെടുത്ത അതൊന്നല്ല. കരയരുത്. സ്നാനപ്പെടുത്താണ്ട. തലതൊട്ടപ്പനും തലതൊട്ടപ്പ ഇങ്ങോട്ടൊന്ന് വന്നു. നിനക്കിതുവരെ നല്ല ബുദ്ധിയൊന്നും ഉണ്ടായില്ലേ? അതല്ല സ്നാനം.
സ്നാനപ്പെടേണ്ടയാളും സ്നാനപ്പെടുത്തേണ്ടയാളും വെള്ളത്തിൽ ഇറങ്ങണം. അതാ സ്നാനം. അല്ല കരയ്ക്ക് നിന്ന് സ്നാനം നടത്തരുത്. കരയ്ക്ക് നിന്നൊരു സ്നാനം നടത്തിയതായിട്ട് പുസ്തകത്തിലില്ല. സ്നാനപ്പെടുത്തിയവരെല്ലാം വെള്ളത്തിൽ ഇറങ്ങി. അതിന് ഏറ്റവും നല്ല മാതൃക യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തുവിനെ എടുത്തോണ്ടല്ല വന്ന സ്നാനപ്പെടുത്താൻ. യേശു ക്രിസ്തു നടന്നാ വന്ന്. സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. നമുക്കു മാതൃകയാ തന്നെ തുടർന്നു പോകുക. നമുക്കു മാതൃകയാ തന്നെ തുടർന്നു പോകുക. നമ്മുടെ മാതൃക യേശു ക്രിസ്തു. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീടി സ്നാനപ്പെടുത്താൻ ഔസേപ്പച്ചനും മറിയാമ്മേ യേശുവിനെ എടുത്തോണ്ടല്ല വന്നത്, യേശു നടന്നാ വന്ന്. അങ്ങനെ സ്നാനപ്പെടേണ്ടത്. അല്ല തൊട്ടിക്കകത്തിട്ട് ആട്ടിയേച്ച് ഉറക്കം വരുമ്പോൾ എടുത്തോണ്ട് മഖാനപ്പെടുത്താനും പറഞ്ഞ് ശരി ഇങ്ങോട്ട് എടുത്തേച്ച് സ്നാനപ്പെടുത്തി. അന്നേരം വേറൊരു പുള്ളിക്കാർ പറഞ്ഞ് സ്നാനപ്പെട്ടോളാൻ പറഞ്ഞു. അതൊന്നും അല്ല സ്നാനം. സ്നാനപ്പെടുത്തേണ്ട പുള്ളിയും സ്നാനപ്പെടേണ്ട പുള്ളിയും വെള്ളത്തിലിറങ്ങണം. അതില്ലേ വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ നിന്ന് കയറി, അങ്ങനെയൊക്കെ ആ വാക്യം. അല്ല കരയ്ക്ക് നിന്നു സ്നാനപ്പെടുത്തിയെന്ന് പുസ്തകത്തിലില്ല വാക്യം. വെള്ളത്തിലിറങ്ങണം, അതാ ശരിയായ സ്നാനം. അതുകൊണ്ട് അങ്ങനെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിച്ചോണം, കോവിഡ് തീരുന്നതിന് മുന്നേ വെള്ളത്തിലിറങ്ങി. അല്ലെ കോവിഡും നീയും കൂടെ പെട്ടെന്ന് പോകേണ്ടി വരും. അതിന് മുന്നേ സ്നാനപ്പെട്ടോണം, വെള്ളത്തിലിറങ്ങണം. അതാ ശരിയായ സ്നാനം. എന്താ അന്ന് അരിശം കയറിയിരിക്കും പോലെ. ദൈവത്തിൻ്റെ മഹത്വം. ആട്ടെ, ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. അപ്പോൾ ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ നമ്മൾ വിരഞ്ഞോടിയവരാ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കും. നിങ്ങൾ ബലഹീനവും ദരിദ്രവുമായ പഴയതിലോട്ടൊന്നും ഇനിയും പോകരുത്. നിങ്ങൾ ദൈവമക്കളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1:9 വായിക്കുക. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോവുക. എന്തുവാ ഈ വരുവാനുള്ള കോപം? വരുവാനുള്ള ഉറക്കെ പറ. കോപം, വരുവാനുള്ള കോപം. അതെന്തുവാ? അയ്യോ, വരുവാനുള്ള കോപം അതെന്തുവാന്ന്? വരുവാനുള്ള കോപം എന്ന് പാസ്റ്റർ എന്തിനാ പറയുന്ന? കോപം വന്നു കഴിഞ്ഞാൽ ഇപ്പം വന്നിരിക്കുന്നത്. പാസ്റ്റർ താമസിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുത്തെ പാസ്റ്ററോട് കോപിച്ചേച്ചാ 2-3 പ്രാവശ്യം അവിടെ ഇറങ്ങി നോക്കുകയും ചെയ്തു. 2 വണ്ടി വന്നപ്പം ഞാൻ പിന്നെ അവളെ ഇങ്ങനെ കണ്ണ് കാണിച്ച് പോയേക്കാന്ന്. അവൾ കാണാഞ്ഞോണ്ടല്ലേ ഞങ്ങൾ 2 ഇപ്പം വീട്ടിൽ ചെന്നേനും. അങ്ങനെ തന്നെ കോപിച്ചാ ഇതുവരെ? ആ കോപമല്ല, അത് ഞാനല്ലിപ്പം താമസിച്ചോണ്ടല്ലേ. ഇവിടെ വായിക്കുന്നത് വരുവാനുള്ള കോപം. എന്തുവാ വരുവാനുള്ള കോപം? ആ വരുവാനുള്ള കോപം ഏതാന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ മുൻപോട്ട് പഠിക്കുമ്പോൾ 5, 6, 7, 8, 9 മുതൽ ഇങ്ങനെ പഠിച്ച് 19-ാം അധ്യായത്തിന്റെ പുറകു വരെ പഠിക്കുമ്പോൾ വരുവാനുള്ള കോപത്തെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. ആ കോപത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് മഹോപദ്രവകാലം. മഹോപദ്രവകാലം, പീഡാകാലം, യാക്കോബിന്റെ കഷ്ടകാലം, വരുവാനുള്ള കോപം, അല്ലെങ്കിൽ കുഞ്ഞാട്ടിന്റെ കോപ ദിവസം.
ഇതാണ് വരുവാനുള്ള കോപം, പീഡാകാലം. ആ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുക. അതാ പറഞ്ഞത് സഭ മഹോദരവത്തിൽ കൂടെ പോകുകയല്ലെന്ന് നീ പറയാനേ. ഒന്നുകൂടെ വാക്യം വായിച്ചേ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ 1:9 നമ്മൾ അത് വിട്ടു. തെസലോനിക്ക ലേഖനത്തിൽ വന്നു, പുള്ളിക്കാരവിടെ വന്നില്ലെന്ന് തോന്നുന്നു. 1:9 വായിച്ചേ മോനെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുക. വരുവാനുള്ള കോപം, അതാണ് കുഞ്ഞാറ്റിന്റെ കോപ ദിവസം. സ്തോത്രം, സ്തോത്രം. മോനെ, വെളിപ്പാട് പുസ്തകം 6:12 മുതൽ വായിച്ചേ. ഒരു പ്രയോഗം അവിടെ ഉണ്ട്, വായിര്. നിങ്ങളും വായിച്ചോ, എടുക്കുന്നവർ വായിച്ചോ. സങ്കടത്തോടെ കർത്താവ് 6 മുദ്ര പൊട്ടിച്ചപ്പോൾ ആ മോള് എടുത്ത് വായിച്ചതാ. വായിര്. കർത്താവേ, അതേത് വാക്യാ? 6:12 6 മുദ്ര പൊട്ടിച്ചപ്പോൾ. എത്രാം മുദ്രയാ? 6 മുദ്ര പൊട്ടിച്ചു. വലിയൊരു ഭൂകമ്പമുണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 6ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ മൊത്തം എത്ര മുദ്രയാ മാമേ? മൊത്തം എത്ര മുദ്ര? സഹോദരിമാരുടെ എത്ര മുദ്രയുണ്ടെന്നാ ഉറക്ക പറ, ശരിയല്ലേ? 7 മുദ്ര ആട്ടെ. ഹരിശങ്കരി അന്നേലും പറഞ്ഞല്ലോ 7 മുദ്രയാ. വെളിപ്പാട് പുസ്തകം തന്നെ 7 കട പുസ്തകമാണ്. 7 നിലവിളക്ക്, 7 സഭ, 7 മുദ്ര, 7 കാഹളം, 7 കലശങ്ങൾ, 7 ഇടികൾ, 7 തലകൾ, 7 മലകൾ. ഇങ്ങനെ വെളിപ്പാട് പുസ്തകം തന്നെ 7 കട പുസ്തകമാണ്. 7ന്റെ കണക്കൊത്തിരി ഉണ്ട് അവിടെ. അപ്പൊ 7 മുദ്ര. ആ 7 മുദ്രയിൽ 6ാമത്തെ മുദ്ര പൊട്ടിച്ചതാണ് 6ാം അധ്യായത്തിന്റെ 12ാം വാക്യം. ഒന്നുകൂടെ വായിര്. 6 മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. അപ്പം ലത്തൂരി നടന്നതൊന്നുമല്ല, ഇനി വേറെ വലിയ കേസ് വരാനിരിക്കുക. വലിയൊരു ഭൂകമ്പമുണ്ടായി. 3, 4, 5 നിലയൊക്കെ അങ്ങനെ പണിയുക. വീടൊക്കെ പണിത് കയറ്റുന്ന കണ്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. വലിയൊരു ഭൂകമ്പം വരാൻ പോവുക. കോടികൾ മുടക്കി പണിത കുഞ്ഞുഞ്ഞിൻ്റെ വീട് തറ പറ്റും. അപ്പോൾ വരുവാനുള്ളതിനും വലിയ ഭൂകമ്പം വരികയാണ്. 6ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവൻ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അതുകൊണ്ടാണ് നമ്മൾ പുള്ളിയോടൊന്നും പറയാത്തത്. കരിമ്പടം പോലെ കറക്കാൻ പോവുക. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. കാരണം അപ്പൊ ചന്ദ്രനോട് നമ്മൾ പുസ്തകം പഠിപ്പിക്കുന്നത് സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. ഓ സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. ഓ സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളും. അപ്പൊ ശ്രദ്ധിക്കുക, സൂര്യനോടും ചന്ദ്രനോടും നമ്മൾ പ്രാർത്ഥിക്കാത്തതിന്റെ കാര്യം രണ്ടിനോടും പിണക്കം ഉണ്ടായിട്ടില്ല. ഇതിന് രണ്ടിനെ സൃഷ്ടിച്ച ഒരുവൻ സ്വർഗത്തിലുണ്ട്. അവിടുത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതുങ്ങളോട് പ്രാർത്ഥിച്ചാൽ രക്ഷയില്ല. സൂര്യൻ കരിമ്പടം പോലെ കറക്കും, ചന്ദ്രൻ മുഴുവനും രക്തതുല്യവുമായി തീരും. പിന്നെ അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ, ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീണു. അതാ നമ്മൾ നക്ഷത്രം നോക്കാത്തത്. പിടികിട്ടുന്നുണ്ടോല്ലോ? അകത്തങ്ങളെല്ലാം പൊടിഞ്ഞ് താഴോട്ട് വീഴാനിരിക്കുക. അന്നേരം എന്തിനാ നമ്മൾ അത് നോക്കുന്നേ? അറിയായ്മയുടെ കാലത്തൊക്കെ നോക്കിയിട്ടുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, പിന്നെ ഒന്നും അറിയാൻ മേല ഉള്ള, പിന്നെ അറിയത്തില്ലേ? കേട്ടിട്ടുണ്ടോ?
നക്ഷത്രം. യോടി അശ്വതി ഭരണി ആ ഏ ആ ഏ ഉറക്കെ പറ. ഉറക്കെ പറയാൻ. ഏതാ ഇങ്ങനെ കാണിച്ചാലൊന്നും എനിക്ക് പിടി കിട്ടുകയല്ല. ഏതാന്ന് ഉറക്കെ പറ. എടേ പണ്ട് ഈ ഹരിനാമകീർത്തനത്തിൽ എടുത്തുണ്ട്, നക്ഷത്രപന്തികളുമിന്ദു പ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്കയന്നടിമ. നക്ഷത്രപന്തികളാണ്. നക്ഷത്രപന്തികളുമിന്ദു പ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈ തൊഴുതു രക്ഷിക്കയന്നടി. അനന്ത ചിന്മയകരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായ വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരണം. ഓ ഇതെല്ലാം ബന്ധനമാണല്ലോ അല്ലേ. ഇങ്ങനെയുള്ള ഈ നക്ഷത്രങ്ങളുണ്ടല്ലോ, അത്തം ചിത്തിര ജ്യോതി വിശാഖം അനിടം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം ഒക്കെ കേട്ടിട്ടില്ലേ? അവിട്ടം ചതയം അവിട്ടം 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 പിന്നെ ചതയം. ഒന്നും അറിയാൻ മേൽ. അവിട്ടോം ചതയോം പൂരുരുട്ടാതിയും ഉത്തിട്ടാതിയും ഉത്തിട്ടാതി എല്ലാം മേളിൽ നിന്ന് താഴോട്ട് വീഴാനിരിക്കുക. അങ്ങനല്ലേ മോനെ? വായിര് ഞാൻ എഴുതിയതാണോ? വായിര് അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ. കായ് ഉതിർക്കും പോലെ. കായ് നന്നായിട്ട് വായിച്ചു. ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ഭൂമിയിൽ വീഴാനിരിക്കുക. അതായത് നമ്മൾ ഈ നക്ഷത്രം നോക്കാത്തത് അല്ല, നക്ഷത്രത്തോട് ഈ വൈരാഗ്യം ഒന്നും ഉണ്ടായിട്ടല്ല. അകത്തങ്ങളെല്ലാം പടപട വളർന്ന് താഴോട്ട് വരാനിരിക്കുക. അന്നേരം നമ്മൾ അതിൽ നോക്കിയിരുന്നേ നമ്മൾ പിന്നെ നോക്കുന്നില്ലെങ്കിലും പറയും. ഞങ്ങളുടെ പിന്നെ ലില്ലിയുടെ നാള് അത്തവാ കേട്ടോ. അവിടെ അനിയത്തിയുണ്ട് സൂസി, അവിടെ മകമാ. മകം പറന്ന മങ്കെ കലം തുറന്ന് നീയും രക്ഷപ്പെടുകയല്ല. ഞങ്ങളുടെ തങ്കമ്മയ്ക്ക് ആയില്യമാ, അതുകൊണ്ടാണ് ഇല്ലി കൊണ്ട് അവിടെ വെച്ചേക്കുന്നത്. ഇല്ലി ആരാണ്ട് പോച്ചത്തം പറഞ്ഞു കൊടുത്തതാ. ഇല്ലി കൊണ്ട് വെച്ചാൽ അതിനെ മുട്ടി പാമ്പ് വരും. എന്നാന്നല്ല ഒക്കെ നോക്കി വെച്ച് വന്നിരിക്കുന്നതായിരിക്കും, ആർക്കറിയാം. സ്തോത്രം. സൂര്യനെ അവൻ നോക്കണ്ട, ചന്ദ്രനെ നോക്കണ്ട, നക്ഷത്രത്തെ നോക്കരുത്. കാരണം ഇതെല്ലാം അത് കറക്കാൻ പോകുന്നു, മറ്റത് രക്തതുല്യമായി തീരാൻ പോകുന്നു. അബദ്ധങ്ങളെല്ലാം മേളിൽ നിന്ന് താഴോട്ട് പെടപെടാന്ന് വീഴാനിരിക്കുന്നതുകൊണ്ട് ഇതിനെയെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അത്തിവൃക്ഷം കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക്
വീണു. ആ പുസ്തക ചുരുട്ടും പോലെ പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ആകാശം മാറിപ്പോയി. പിന്നെ എല്ലാ മലയും എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. നന്നായിട്ടൊന്ന് വായിച്ചേ. സ്വസ്ഥാനത്ത് അല്ലെന്ന് മൊത്തം ഒന്ന് വായിച്ചേ. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. കണ്ടോ എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഇളകും. എല്ലാ മലയും ഇളകും. മനസ്സിലായോ? എല്ലാ മലയും ആനമല ഇളകും, കുരിശുമല ഇളകും, പരുമല ഇളകും, പിന്നെ ഇളകും. എല്ലാ മല ഇളകുമെന്നല്ലേ? അപ്പം മൊത്തം ഇളകും. എല്ലാ മല കുഞ്ഞാട്ടിൻ്റെ കോപദിവസം വരും നേരം, കുഞ്ഞാട്ടിൻ്റെ കോപദിവസം വരും നേരം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം. ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. എന്നാ ഒരു ഇളക്കം? നന്നായിട്ട് വായിര്. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അടുത്ത വാക്യം വായിര്. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹയിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം അതാണ് വരുവാനുള്ള കോപദിവസം. കുഞ്ഞാടിന്റെ കോപദിവസം വരാൻ പോകുകയാ. മഹാപീഠ വരാൻ പോകുകയാ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രികൾ വെളിപ്പെടാൻ പോകുകയാ. അതിനു മുമ്പ് ഇത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം, ഇതിനകത്ത് പ്രവേശിച്ചോണമെന്ന്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലൊന്നുമല്ല വരുവാനുള്ള കോപം. സ്തോത്രം ഇതൊക്കെ അതിന്റെ മുന്നോടിയാ. ഈ സാമ്പിൾ വെടിക്കെട്ടെന്ന് പറയല്ലേ, സാമ്പിൾ വെടിക്കെട്ട് ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുക ഇപ്പം. സ്തോത്രം. പൂരം വരുന്നുണ്ട്. അതിനു മുമ്പ് നീ രക്ഷപ്പെട്ടോണം. അതിനുള്ള അവസരം ദൈവം നിനക്ക് ഒരുക്കി തരിക. പ്രൈസ് ദി ലോർഡ്. അതാണ് കുഞ്ഞാടിന്റെ കോപദിവസം. അതാണ് വരുവാനുള്ള കോപദിവസം. ഞങ്ങളുടെ അവിടെ നല്ല പൊരിഞ്ഞ യോഗം നടക്കുക. അത് ഇട്ടേച്ച് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു മനപ്രയാസം. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവിടുത്തെ യോഗത്തിന് വാക്യമൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങൾ വാശിക്കാണ് വായിക്കുന്നത്. ആണെന്ന് സ്തോത്രം. നല്ല തടിപ്പുറത്തെ വെടി പോലെ അവിടുത്തെ യോഗം. ഇട്ടേച്ച് ഇങ്ങോട്ട് വന്നിങ്ങനെ. പിന്നെ ആളൊക്കെ വന്നതിലൊരു സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഇരുപത്തറ ഞാൻ ഷൂപ്പാസോട് ചോദിച്ചു, അങ്ങനെ വചനമൊക്കെ കൊടുത്താൽ ആസ്വദിക്കുമെന്ന്. പുള്ളി പറഞ്ഞ് നന്നായിട്ട് ആസ്വദിക്കുമെന്ന്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അയക്കാൻ വെച്ചിട്ടുണ്ട്. സ്തോത്രം. കുഞ്ഞാട്ടിന്റെ കോപദിവസം വരാൻ പോവുക. അതാ വരുവാനുള്ള കോപദിവസം. ആ കോപദിവസത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ. അങ്ങനെയാണ് 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ മോളെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം ലഭിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച നമ്മുടെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്. യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നെന്ന് അത് നമ്മൾ കാത്തിരിക്കുക.
ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാടും വിശുദ്ധിയും കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു സ്വർഗത്തിൽ നിന്ന് വരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ പോകും എന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല, അത് കൈ പൊക്കാനും ഞാൻ പറയുന്നില്ല. ചില ഉപദേശിമാർ കൂടെ പറയും കരങ്ങൾ ഉയർത്തിയാട്ട കരങ്ങൾ. ഞാൻ നിങ്ങളെ കൊണ്ട് പാവം ചെയ്യിപ്പിക്കുന്നില്ല. ശാന്തമായിട്ടങ്ങ് ഇരുന്ന് തന്നെത്താൻ ചിന്തിച്ചാൽ മതി പോവോ ഇല്ലയോ എന്ന്. യേശു ക്രിസ്തു വീണ്ടും വരും തിരുസഭയെ ചേർക്കാൻ. വാട്ടം കറ ചുളുക്കം മാലിന്യമൊന്നുമില്ലാത്ത ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് അങ്ങനെയുള്ള തിരുസഭയെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതെന്തിനാന്ന് ചോദിച്ചാൽ വരുവാനുള്ള മഹാപീഠയിൽ കൂടി പോകാതെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ. അതാണ് 1-ാം അധ്യായത്തിൽ. ഓടിച്ചു പറയാൻ 2-ാം അധ്യായത്തിന്റെ 19 വായിച്ചേ. നമ്മുടെ കർത്താവ് യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ, അവിടെയും വായിക്കാൻ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ. അയ്യോ, അവിടെ കിരീടം കൊടുക്കുന്ന ഒരു സുദിനമുണ്ട്. ആത്മാക്കളെ നേടുന്ന വിശുദ്ധന്മാർക്ക് കിരീടം കൊടുക്കും. സുവിശേഷം അറിയിക്കുന്നവർക്ക് കിരീടമുണ്ട്. ജയജീവിതം നയിക്കുന്നവർക്ക് കിരീടമുണ്ട്. പാപത്തെയും ലോകത്തെയും ജഡത്തെയും ജയിച്ച് അങ്ങ് ചെല്ലുന്നവർക്ക് കിരീടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പോരാട്ടങ്ങളിൽ നടുവിലും യേശുവിനെ തള്ളിപ്പറയാതെ രക്തസാക്ഷിത്വം വഹിച്ചവർക്ക് കിരീടമുണ്ട്. സ്തോത്രം. ഇവിടത്തെ വിഷയം ആത്മാക്കളെ നേടുന്നവർക്ക് കിരീടമുണ്ടെന്ന്. അതുകൊണ്ട് ഒരു നിമിഷം കിട്ടിയാൽ സുവിശേഷം അറിയിച്ച് ആത്മാക്കളെ നേടിക്കോണം. ആത്മാക്കളെ നേടി അങ്ങ് ചെന്നാൽ കിരീടം കിട്ടും. ഇപ്പൊ ചെല്ല് പറയാ, പാസ്റ്റേ കിരീടം ഒന്നും വേണ്ട, വല്ലച്ചാതി അങ്ങ് ചെന്നാ മതിയായിരുന്നു. കിരീടം ഒന്നും ഇല്ലേലും ദൈവമേ, വല്ല വിധേനെ ദൈവത്തിന് മഹത്വം. 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. എന്തിനാണെന്നറിയാമോ? ആത്മാക്കളെ നേടുന്നവർക്ക് കിരീടം കൊടുക്കാൻ. അവിടെ പ്രതിഫലം വിഭാഗിക്കുന്ന ഒരു സമയമുണ്ട്. ആര്യവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. പൊന്നേശൂതമ്പുരാൻ ചിന്തിയ രക്തത്തിൽ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. ഓ പൊന്നേശൂതമ്പുരാൻ ചിന്തിയ രക്തത്തിൽ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻപേർക്കായി പാർത്തേല് വിശ്വസ്തരായി. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻപേർക്കായി പാർത്തേല് വിശ്വസ്തരായി. ജീവിതം ചെയ്ത ശുദ്ധിമാന്മാർഗണ വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ജീവിതം ചെയ്ത ശുദ്ധിമാന്മാർഗണ വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. അതുകൊണ്ട് അഭിഷിക്തന്മാരോട് പറയാം, ആത്മാക്കളെ നേടുന്ന ദൈവദാസന്മാരെ, ആത്മാക്കളെ നേടുന്ന ദൈവകുഞ്ഞുങ്ങളെ, ഒരു കാര്യത്തിൽ വീണ്ടും ധൈര്യപ്പെട്ടോ. നമുക്കൊരു പ്രതിഫലം തരുന്ന സുദിനമുണ്ട്. ആ കിരീടം തരാനായിട്ട് യേശു പ്രത്യക്ഷപ്പെടാൻ പോവുക. ഇനി 3-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ. അതേത് പ്രത്യക്ഷതയാ? ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അതേത് പ്രത്യക്ഷതയാ? ഏതായാലും ഞങ്ങൾക്കൊന്നും, ഏത് പ്രത്യക്ഷ ആയാലും ഞങ്ങൾക്കിത് വിഷയമേ.
ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. ആ പ്രത്യക്ഷത ഏതാന്ന് ചോദിച്ചാൽ മഹത്വ പ്രത്യക്ഷത. ഒരിക്കൽ യേശു പ്രത്യക്ഷപ്പെട്ടു. അതെപ്പോഴാണെന്നറിയാമോ? കന്യാസൂനുമായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചതാ. അതാണ് ആദ്യത്തെ പ്രത്യക്ഷത. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖൻ നസറത്തിൽ വന്ന് മറിയത്തോട് പറഞ്ഞ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. വന്ദനസ്വരം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞ്, പേടിക്കേണ്ട മറിയമേ, ഞാൻ ഗബ്രിയേല. അപ്പോൾ മറിയ ആശ്ചര്യത്തോടെ നിന്നപ്പോൾ ദൂതൻ പറഞ്ഞു, നീ ഗർഭവതിയാകാൻ പോയ. മറിയം പരിഭ്രമിച്ചെങ്കിലും മറിയം മറുചോദ്യം ചോദിച്ചു, പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ ദൂതൻ മറുപടി കൊടുത്തു, മറിയമേ, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നടുലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ 2 ശക്തികൾ നിന്റെ ഉദരത്തിൽ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷപ്രജ ഉദരത്തിൽ ഉരുവാകും. മത്തായി എഴുതിയിരിക്കുന്നത് ആ ഉരുവാകുന്ന പുരുഷപ്രജയെ പറ്റി പറയുക, അവൻ മാനവജാതിയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശുവെന്ന് പേരിടണം. ദൂത് പറഞ്ഞ ദൂതനങ്ങ് പോയെങ്കിലും ദൂത് മറിയ വിശ്വസിച്ചു. പറഞ്ഞതുപോലെ മറിയ ഗർഭവതിയായി. പ്രസവകാലം തികഞ്ഞു. കാലത്തിന് തികവെങ്കിൽ കന്യാസൂനുമായി ഈ ഭൂമിയിൽ ക്രിസ്തു അവതരിച്ചു. സ്തോത്രം. കാലം തികഞ്ഞപ്പോൾ ആ കണക്ക് തെറ്റി വന്ന ആളല്ല ക്രിസ്തു. കൃത്യത്തിനായിരുന്നു ക്രിസ്തുവിൻ്റെ തിരിപ്പറവ്. നമ്മളെല്ലാം കണക്കൊക്കെ തെറ്റി വന്നതാ. ചെല്ലി പറയില്ല, ഈ കൊച്ചന്നെ അയ്യോ അത് 7-ാം മാസം ഉണ്ടായതാ, പിന്നെ എന്തും വേണ്ടം അതിനെ പരിപാലിച്ച ഈ ഒരു പരുവത്തിന് ആന്നോ. പിന്നെ എൻ്റെ പാസ്റ്ററെ അത് ജനിച്ചപ്പം മൂക്കൊന്നും ഇല്ലായിരുന്നു, 2 തുള മാത്രം. പിന്നെ കുളിപ്പിച്ച തള്ള ഇച്ചിരി മിടുക്കി ആയതുകൊണ്ട് തേച്ചും തിരുമിയൊക്കെ കണക്ക് തെറ്റി വന്നതാ. അയ്യോ സിസ്റ്റർ എന്നെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, അയ്യോ അത് 6-ാം മാസത്തിൽ ഉണ്ടായതാ. പിന്നെ അതിനെ ഒരു ആശുപത്രിയിൽ ഒരു വെക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്താ പറഞ്ഞേ? അതിനകത്ത് വെച്ച് എത്ര ആള് കുപ്പിപ്പാൽ കൊടുത്ത് എല്ലാം കണക്ക് തെറ്റി വന്നതാ. ഞാനും നിങ്ങളും എല്ലാം കണക്ക് തെറ്റിയാ ഇവിടെ അവതരിച്ചത്. എന്നാൽ കൃത്യത്തിന് ആമേൻ ജനിച്ചത് ക്രിസ്തുവാ. അതെ, കൃത്യത്തിനുള്ള ജനനമാണ് ക്രിസ്തുവിൻ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുവേ ഇവന്താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുവേ ഇവന്താനേ. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത കന്യകയാകുന്ന മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായി കാലത്തിവെങ്കിൽ ആമൻ അതെ പ്രസവത്താൽ പൂജാതനായ ക്രിസ്തു. അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷത. ആ പ്രത്യക്ഷതയാണ് ആട്ടിടയന്മാർ വന്ന് കണ്ടതും പിന്നെ കിഴക്കിൽ നിന്ന് എന്ന വിദ്വാന്മാര് കണ്ടതും അതിനുശേഷമായിട്ട് ഷിമിയോൻ കണ്ടതും പിന്നെ ആലയം വിട്ടുപിരിയാത്ത നമ്മുടെ വല്യമ്മച്ചി അന്നാമ്മച്ചി കണ്ടതും ആമ കൊച്ചിനെ എടുത്തതുമൊക്കെ അത് ആദ്യത്തെ പ്രത്യക്ഷത. ആ 10 മണിയായി, ഞാൻ നിർത്തട്ടെ. ആദ്യത്തെ പ്രത്യക്ഷത കന്യകാസൂനുമായി ഭൂമിയിൽ അവതരിച്ചതാ. എന്തിനാ ആദ്യത്തെ പ്രത്യക്ഷത? ഒറ്റ വാക്ക് പറയാം, മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കാൻ. പരിഹരിച്ചോ? പരിഹരിച്ചു. അതെങ്ങനെ? അവിടുത്തെ തിരുരക്തം ചിന്തിയത് കൊണ്ട്.
അതെന്താ അവിടുത്തെ തിരുരക്തം ചിന്തിയപ്പോൾ പാപം പരിഹരിച്ചത്? അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യവും അത് അങ്ങനെ തന്നെ. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതെന്താ യേശു ക്രിസ്തുവിന്റെ രക്തം പാപം മോചിക്കാൻ കാരണം? ആ രക്തത്തിൽ പാപമില്ല. അത് നിർമ്മല രക്തമാ, അത് പരിശുദ്ധ രക്തമാ, അത് വിലയേറിയ രക്തമാ, അത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ, അത് വിലപ്പെട്ട രക്തമാ, അത് രോഗശാന്തി തരുന്ന രക്തമാ, അത് വിലയേറിയ രക്തമാ. ആ രക്തത്തിൽ പാപമില്ല. ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, ആ രക്തത്താൽ പാപപരിഹാരമുണ്ടെന്ന്. അതുകൊണ്ടല്ലയോ ക്രൂശിൽ കടന്നപ്പോൾ അവിടുന്ന് പറഞ്ഞൊരു പദം, സകലതും നിവൃത്തിയായെന്ന്. മുഴുവൻ നിവർത്തിച്ചേച്ചാ പോയത്. ഒടുവിൽ വിലാപ്പുറത്ത് കുത്തി മരിച്ചെന്ന് ഉറപ്പാക്കാൻ രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. സ്തോത്രം. പി.വി. തൊമ്മിയുടെ പാട്ടാണ് ആ തോന്നുന്നത്. കരുണയില്ലാത്ത പടയാളിയൊരു പെരിയ കുന്തമ എടുത്തു, കരുണയില്ലാത്ത പടയാളിയൊരു പെരിയ കുന്തമ കുത്തി തുറന്നു ചങ്കിൽ നിന്നുടനെ ഒഴുകി ജലവും രക്തവും ഉടനെ. കുത്തി തുറന്നു ചങ്കിൽ നിന്നുടനെ ഒഴുകി ജലവും രക്തവും ഉടനെ. അപ്പോൾ ആ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും ജലവും ഒഴുകി മരിച്ചെന്ന് ഉറപ്പ് വരുത്തി. അരിമത്തയിലെ യോസേപ്പും രാത്രി വന്ന നിക്കോദോമസും കൂടെ പീലാത്തോസിന്റെ അനുവാദത്തോടെ ആ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി 100 റാത്തൽ സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലക്കകത്ത് പൊതിഞ്ഞ് ക്രമപ്പെടുത്തി അരിമത്തയിലെ യോസേപ്പിന്റെ ആരെയും വെക്കാത്ത കല്ലറയ്ക്കകത്ത് കൊണ്ട് ആ തിരുശരീരം അടക്കി. അതും പ്രവചനത്തിന് നിവർത്തിയ. യെശയ്യാ പ്രവചനം 53 വായിക്കുന്നത്, അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ അതാ കല്ലറയെ കൊണ്ടടക്കിയത്. പിന്നെ യഹൂദന്മാരും റോമാക്കാരും എല്ലാം കൂടെ കൂട്ടം കൂടി വെച്ച് മഹാപുരോഹിതന്റെ ഒക്കെ നേതൃത്വത്തിൽ പറഞ്ഞു, ഈ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു 3 ഉയർക്ക് വന്നതുകൊണ്ട് ബന്ധവസാക്കാൻ പറഞ്ഞു. ഏതാണ്ട് 100 പടയാളികളെ കാവലേർപ്പെടുത്തി മുദ്രയെല്ലാം വെച്ച് കല്ല് ഉരുട്ടി വെച്ച് സീലും ചെയ്തു. പക്ഷേ പൗലോസ് കൊരിന്ത്യലേഖനം 15 പറഞ്ഞത് ഇങ്ങനെ, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. ഇന്നും ജീവിക്കുന്നു. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു, കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു, വല്ലഭനായവനെ വല്ലഭനായവനെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവീ, നിരന്തരം വന്ദനം ചെയ്തിടുവീ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവീ. അപ്പൊ തിരുവെടുത്ത് പറഞ്ഞതുപോലെ ക്രിസ്തു 3-ന്റെ അന്ന് ഉയർത്തു. ഓടിച്ചവസാനിപ്പിക്കാൻ അരിമശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് ഏതാണ്ട് 40 ദിവസം അവരുടെ കൂടെ ഇരുന്ന് ഒടുവിൽ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവർ നോക്കി നിൽക്കുമ്പം ഉണ്ടയിട്ടെന്നല്ല. അങ്ങനെയൊക്കെ മുങ്ങിയ ആൾക്കാർ ഒത്തിരി ഉണ്ട്. മാഞ്ഞു പോയി. പുള്ളി അകത്തോട്ട് കയറി മുറി അടച്ചെന്നറിയാം. പിന്നെ ആരും ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ട് പോയ ആളല്ല. അവർ നോക്കി നിൽക്കുമ്പം യേശു സ്വർഗത്തിലേക്ക് പോവുക. ശിഷ്യന്മാരെല്ലാം താഴെ നിന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ അവിടുന്ന് പാദങ്ങൾ ഉയർന്നു ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോവുക. ഞാൻ എൻ്റെ വാക്കുകൾ അങ്ങ് നിർത്താൻ പോവുക. സ്വർഗത്തിലേക്ക് പോവുക. പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പാടണമെന്ന ആഗ്രഹവും ഉണ്ട്. നിങ്ങളല്ല കുറ്റക്കാർ, ഞാൻ തന്നെ. നിങ്ങൾ ഇത്ര ഒന്നൊരു ഇരുന്ന് തന്നല്ലോ, നിങ്ങളെ വളരെ ബഹുമാനിക്കുന്നു. നമുക്ക് കർത്താവ് അനുവദിക്കാന്നെ പിന്നീടൊരിക്കൽ കൂടാ. എന്നാ ഞാൻ ബാക്കി പറയാം. സ്തോത്രം. നോക്കി നിൽക്കുമ്പം മേപ്പോട്ട് പോവുക.
ടി കെ ശൗമയിൽ പാടിയൊരു പാട്ടുണ്ട്. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ആ ചരണമുയർന്നു ഗഗനേ ഗഗനായി ചരണമുയർന്നു ഗഗനേ ഗഗനായി. അപ്പൊ ശിഷ്യന്മാര് നോക്കി നിൽക്കുമ്പം ചരണം പാദം ഇങ്ങനെ പൊങ്ങി 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 യേശു മേളിലോട്ട് പോയി. ഒരു മേഘം വന്നവനെ മൂടി മറച്ചു. അവൻ അവരുടെ കാഴ്ചക്ക് മറഞ്ഞു. കാഴ്ചക്ക് മറഞ്ഞിട്ടും ഇവത്തങ്ങൾ കണ്ണ് വെട്ടിക്കാതെ മേപ്പോട്ട് നോക്കി നിന്നപ്പോൾ ചുമന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാര് വന്നെന്നല്ല. പിന്നെയോ വായിച്ചേ മോളെ. മോൻ കണ്ടോ? അയ്യോടി. അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുന്നേരം അവർ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ മതി. വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണ്ടില്ലയോ സ്വർഗത്തിലേക്ക് പോകുന്നത്? ആ സ്വർഗത്തിലേക്ക് പോയ യേശു സ്വർഗത്തിൽ നിന്ന് തന്നെ തിരിച്ചു വരും, അല്ലാതെ പാതാളത്തിൽ നിന്ന് കയറുന്ന വരുന്ന ആളല്ല. പാതാളത്തിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കയറി വരുന്ന പല പുള്ളിക്കാരുണ്ട്. അവരെ സൂക്ഷിച്ചോണം. അവിടുന്ന് സ്വർഗത്തിൽ നിന്നാ വന്നത്, സ്വർഗത്തിലേക്ക് പോയി, ഇനി സ്വർഗത്തിൽ നിന്ന് വരും, പിന്നെയും നമ്മളെ കൊണ്ടും പോകും സ്വർഗത്തിലോട്ട്. സ്വർഗം യഹോവയുടെ സിംഹാസനമാണ്. സ്വർഗം ദൈവത്തിൻ്റെതാണ്. ഇതാ നമ്മുടെ പ്രത്യാശ. ബാക്കി ഭാഗം നമുക്ക് പിന്നീട് എന്തെങ്കിലും ചിന്തിക്കാം. എന്നാലും ഞാൻ വൈകി വന്നിട്ട് നിങ്ങളെല്ലാം ഇത്രോളം സഹകരിച്ചല്ലോ. വലിയ സ്തോത്രമൊന്നും പറഞ്ഞ് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഇരുന്ന് തന്നല്ലോ, വലിയ കാര്യം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൊച്ചുങ്ങളൊക്കെ കരയുന്നു, വിശക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിള്ളേരെ ഇന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട മോനെ 8:30 ഉപദേശിയപ്പം പ്രസംഗിച്ച് നിർത്തും. നമുക്കൊരു 9 കോളിൽ നിന്ന് ഇറങ്ങാനൊക്കെ പറഞ്ഞ് അവനെയും കൊണ്ടുവന്നത്. ഇപ്പോൾ ഉപദേശിച്ച് വന്നപ്പം തന്നെ 9 അതുകൊണ്ട് കൊച്ചുങ്ങളും എല്ലാം സമാധാനത്തോടെ ഇരുന്നല്ലോ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടപ്പെട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തുള്ളവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സഭയെ ശുശ്രൂഷകനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാ, യേശു വീണ്ടും വരും. നീ ഒരുങ്ങിക്കോണം. ഏത് സമയത്തും കാഹളം ധ്വനിക്കും. എല്ലാവരും ഒരുങ്ങിക്കോണം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.